നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 20 ലക്ഷം രൂപ അധികമായി സ്ത്രീധനം കിട്ടാത്തതിന്റെ പേരിൽ തിരുവനന്തപുരത്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്റെ ഭാര്യയെയും 2 മക്കളെയും ഇറക്കിവിട്ട് വീട് അടച്ചുപൂട്ടിയ വാർത്ത 2 ദിവസങ്ങൾക്ക് മുമ്പ് മലയാളി വാർത്ത പുറത്തുവിട്ടിരുന്നു. 7 വർഷങ്ങൾക്ക് മുമ്പ് പ്രണയിച്ച് വിവാഹം കഴിച്ച ദമ്പതിമാർക്ക് ഇടയിലേക്ക് പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത് ഭർത്താവായിട്ടുള്ള അജിത്തിന് സർക്കാർ ജോലി കിട്ടുന്നതിന് ശേഷമാണ്. ഭർത്താവിന് സർക്കാർ ജോലി കിട്ടിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള സ്വഭാവ വ്യത്യാസം ഉണ്ടായതെന്ന് ഭാര്യ മലയാളി വാർത്തയോട് പ്രതികരിച്ചത് നാം കണ്ടു. വൃക്കരോഗിയായ മകളടക്കം 3 സ്ത്രീകളെയാണ് അയാൾ വഴിയിലിറക്കിവിട്ടത്. വീട് അടച്ചിടാൻ അജിത്തിനെ പ്രേരിപ്പിച്ചത് സർക്കാർ ജോലിയുള്ളതുകൊണ്ട് തനിക്ക് സ്ത്രീധനമായി ഒരുപാട് പണം കിട്ടുമായിരുന്നു എന്നുള്ള തോന്നലും. ഇപ്പോഴിതാ സ്ത്രീധനത്തിന്റെ പേരിൽ നീതുവിനെ മാനസികമായി പീഡിപ്പിക്കുന്നതിന്റെ തെളിവ് കൂടെ പുറത്തുവരികയാണ്. നീതുവിനോട് സംസാരിക്കാനോ അവൾക്ക് ഭക്ഷണം നൽകാനോ നിൽക്കരുത് എന്ന്, അവൾക്ക് മാസം 3000 രൂപ താൻ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ ജീവിച്ചാൽ മതി എന്നതടക്കം പറയുന്ന ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നീതുവിനോട് ആരും തന്നെ സംസാരിക്കാൻ നിൽക്കരുത് എന്നുള്ള രീതിയിലാണ് ആ വീട്ടിലുള്ള ആളുകളോട് നീതുവിന്റെ ഭർത്താവ് പറഞ്ഞിരുന്നത് ഈ ഓഡിയോ ക്ലിപ്പിൽ നിന്ന് വ്യക്തമാണ്. ആ ഓഡിയോ ക്ലിപ്പിലേക്ക്. ഹലോ മമ്മി പറഞ്ഞില്ലേ? മക്കളെ വരുന്നു മക്കളെ. പിന്നെ ഈ പിള്ളേര് എന്റെ അടുത്ത് അങ്ങോട്ട് പോണ്ടെന്ന് പറഞ്ഞു മമ്മിയെ നോക്കി പോവാന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഇരുന്ന് കരഞ്ഞും പറഞ്ഞൊക്കെ ഇരിക്കണം. അപ്പൊ ചേട്ടൻ പറഞ്ഞു നീ വാന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് നിൽക്കുന്നു. നീ വാന്ന്. എനിക്ക് ഈ പിള്ളേര് 2 തലകെട്ട് അങ്ങോട്ട് പോകരുത് ഡാഡി വെച്ചാലും പിന്നെ ഡാഡി ആയിട്ട് നിർത്തി ഡാഡി ചാപ്പാട് കൊടുത്ത് നിർത്തി എന്തരം ചെയ്തിട്ട് ആന്റി ആ വീട്ടിൽ കാല് ഉത്തരതെന്ന് പറഞ്ഞിട്ട് പപ്പിയും മോനിയും കൊണ്ട് നിൽക്കുന്നത്. ആന്റി ഞങ്ങൾ പറയാത്തത് കേൾക്കാത്തത് എന്നും പറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട് മക്കളെ, പക്ഷെ എന്ത് ചെയ്യാൻ. അപ്പൊ ഡാഡി പറയണ നീ വാ അവന്മാര് പറയണ കേൾക്കണ്ട. ഇവന്മാര് പറയണ നിങ്ങൾ വിഷമിക്കും പിന്നെ ചാപ്പാട് കൊടുക്കരുത്. ഇവന്മാരെ അഭിപ്രായം അവൾക്ക് 3000 രൂപ ഞങ്ങള് കൊടുക്കണം. അതിനവള് തിന്നോണ്ട് കിടക്കട്ട്. വെളിയിൽ കരിയില ഉണ്ട് വേവിക്കട്ട് അവിടെ ഇട്ട് വേവിക്കുന്നത്. ഗ്യാസ് ഇൻഡക്ഷൻ കുക്കർ എല്ലാം. ഞാൻ പറഞ്ഞു ആ രക്തത്തിൽ പങ്കില്ല. നിന്റെ മാപ്പിള എന്നെ പറയണത് ആ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഞാൻ അങ്ങോട്ട് പോണില്ല, എനിക്ക് വയ്യാന്ന് പറഞ്ഞു. ഞാൻ പോണ്ടേന്ന് പറഞ്ഞ് ഡാഡി ഇടന്ന് വിളിക്കുന്നു. ഡാഡി കയറ്റി ഡാഡി ഓർഡർ ഇല്ലാതെ വന്നവളെ കയറ്റി. അപ്പൊ ഡാഡി അവളും കൂടെ നിക്കിട്ട് അവിടെ നിന്ന് പിള്ളേരെ വ്യാപിച്ച് നിക്കിട്ട്. ആന്റി എന്തിനു പോണത്? വ്യാപിച്ച് വെച്ച് കൊടുക്കാനാ പോണത്. അതിന്റെ ആവശ്യം ആന്റിക്ക് എന്തോന്നു? ഞങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ആന്റി ഒരാഴ്ച ആന്റി വീട്ടിൽ പോയി നിൽക്കും. ഇപ്പൊ ഈ ശനിയാഴ്ച പോണ്ടേ വെള്ളിയാഴ്ച പോണ്ടേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ. ഇപ്പൊ അവള് വന്നപ്പോ ആന്റിക്ക് സിമ്പതി പിടിച്ച് നിൽക്കണം അവളുടെ അടുത്ത്. അതുകൊണ്ട് ആന്റി പോണ്ട. എന്റെ സഹോദരൻ മാറി. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും കേട്ടുകൊണ്ട് എന്നെ ഇട്ട് പയറ്റിക്കൊണ്ടിരിക്കുന്നു മക്കളെ. അപ്പൊ ഇന്ന് വരണില്ലേ മമ്മി? ഇന്ന് ഞാൻ വരാൻ വേണ്ടിയല്ലേ ഈ അറ്റം വരെ വന്ന് അവിടെ നിന്ന് കിടന്ന് വിളിച്ചു. അപ്പൊ ഡാഡി രാത്രിയായിട്ടും ഡാഡി വന്നില്ല. ഡാഡിയുടെ കാര്യം എനിക്കറിയാമല്ല, വയലിലും കാര്യങ്ങളും. അവസാനം ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇങ്ങനെ വെടിവെച്ചാൽ വന്ന് വരുമോന്ന് കേട്ടപ്പോ ഓന്ന് പറയും. ഇവര് 16 ഫോണും വിളിച്ച് നിങ്ങൾ ആന്റിയെ വിളിക്കാൻ പോണേ നിങ്ങൾ ചെന്നിരിക്കുന്നു. അപ്പൊ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. അവസാനം പറ ആന്റി എവിടെ നിൽക്കണം. ഞാൻ പറഞ്ഞു ഞാൻ വെടിവെച്ച കൊല്ലത്തി ആന്റി അടുത്ത് പറഞ്ഞ തലയിൽ കയറില്ലെന്ന് പറഞ്ഞു. എനിക്കിട്ട് ദോശ കയറുന്നു മോനി പപ്പി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി ഞാൻ തന്നെ ചേട്ടനെ പേടിച്ച് ഞാനിതാ മാറി. ചേട്ടൻ പറഞ്ഞതനുസരിച്ച് അവളിനി പീഡിപ്പിക്കണമെന്ന് ചേട്ടത്തി പീഡിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ആന്റിക്ക് അറിയാമല്ല, അതുകൊണ്ട് ഇനി ആന്റി അങ്ങ് മാറണമെങ്കിൽ മാറും, അല്ലെങ്കിൽ ആന്റി എന്തെങ്കിലും ചെയ്യേ എനിക്കൊന്നും പറയാനില്ല എന്ന് പപ്പി പറയണം. മോനെയാണ് രൂക്ഷമായിട്ടിരിക്കുന്നത്. എനിക്ക് വേണ്ടാത്തവള് അവൾ എന്റെ പേരിന് 498 കൊടുത്ത് പിന്നെ ഫിസിക്കലി മെന്റലി ആയിട്ട് അവള് ശാരീരിക മാനസികമായിട്ട് അവളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ഗ്യാസ് എല്ലാം തീർത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നിക്കണമെന്നുള്ളവള് ഗ്യാസ് തീർത്തിട്ട് വരൂല്ലേ? ഒന്നിക്കണമെന്നുള്ളവള് ആന്റി അത്രയും മാത്രം കരുതിക്കോ. എന്റെ കൂട്ടത്തിൽ ജീവിക്കണമെന്ന് താല്പര്യമുള്ളവള് ഗ്യാസ് തീർത്തിട്ട് വരൂല്ലേ? ചേട്ടാ ഞാൻ ഗ്യാസ് തീർത്ത്. അപ്പൊ മാന്യതയായിട്ട് ആൾക്കാരും അറിയുമല്ല ഗ്യാസ് ഞാൻ തീർത്തിട്ടാണ് വന്നത് ഞാൻ ജീവിക്കാൻ വേണ്ടി. ഇത് ഏത് വീട്ടിൽ കയറിയിരിക്കണത്? അയാളെ പെണ്ടാട്ടിയാ അത്? അയാൾ ഉണ്ടാക്കിയിട്ട വീട്ടിൽ കയറാൻ ഒന്നേ എന്റെ അടുത്ത് മലപ്പുറത്ത് എന്റെ അടുത്ത് കയറി വരണം. അവള് എന്റെ അടുത്ത് ഇവിടെ ജീവിക്കാൻ വന്നാൾ ഗ്യാസും തീർത്തിട്ട് മലപ്പുറത്ത് കയറി വരട്ട്. ഇത് ഒന്നുമില്ലാതെ 100 ഗ്യാസ് എന്റെ പേരിന് കൊടുത്തിട്ട് എവിടെ കയറിയിരിക്കണത്?
ഇത് ഒരു അന്യായമല്ലേ കാണിക്കുന്നത്? അപ്പം ഡാഡി ഓർഡർ ഇല്ലാതെ വന്നവളെ ഓർഡർ ഉണ്ടോന്ന് പോലും ചോദിക്കാതെ അവളെ കയറ്റിയിരുത്തി. അപ്പൊ ഡാഡിക്ക് അവളുടെ അടുത്തുള്ള സിമ്പതി. അപ്പൊ ആന്റിക്ക് അവിടെ റോളൊന്നുമില്ല. ആന്റിയുടെ ജോലി നോക്കിപ്പോ അവള് മര്യാദയായിട്ടുള്ളവളാണെങ്കിൽ ഗ്യാസും തീർത്തിട്ട് വരില്ലെന്നും പറഞ്ഞിട്ട് പൈലന്റെ അടുത്ത് ഡോസ്. എന്നിട്ട് അവള് മലപ്പുറത്ത് വരട്ട്, അല്ലെങ്കിൽ മലപ്പുറത്ത് വരട്ട്, അല്ലെങ്കിൽ ഞാൻ വച്ചു കൊടുത്ത വീടുണ്ടല്ലോ അവിടെ പെണ്ണിക്കിട്ട് ഞാൻ അവിടെ ചെല്ലുമല്ല. ഇതൊന്നുമില്ലാതെ എന്തോന്നൊന്ന് കാണിച്ചു കൊണ്ട് നിൽക്കുന്നു. ആന്റിയുടെ അടുത്ത് പറയണത് ആന്റിയുടെ വഴിക്ക് പോകുന്നു പറയുന്നു. എന്ത് ചെയ്യാൻ? അപ്പൊ ഇന്ന് പറഞ്ഞില്ലേ മമ്മി? അപ്പൊ ഇന്ന് പറഞ്ഞില്ലേ? വരണില്ലേ എന്ന് കേൾക്കാൻ ഡാഡി എന്നെ കൊണ്ടേ വരുവുള്ളെന്ന് വെള്ളം നിൽക്കുന്നു. ഞാൻ വരാം. എന്റെ സാധനങ്ങളെല്ലാം അതിനകത്ത് കിടക്കയില്ല. നീ കണ്ടില്ലേ തുണികളെല്ലാം എടുത്ത് ഞാൻ എടുത്തുകൊണ്ട് ഞാൻ ഇങ്ങ് പോരും. അല്ല ഇനിയിപ്പോ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് മക്കൾ അവിടെ നില്ല. മക്കൾ ഇനിയിപ്പം മക്കള് നിൽക്കാൻ കണക്കിന് വന്ന് മക്കൾ ഇനി അവിടെ നില്ല. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഒന്നുമില്ല. ഡാഡി വരണമെന്ന് തോന്നുമ്പോ അങ്ങ് നെടുവങ്ങാട് വരട്ട്, അല്ലെങ്കിൽ ഡാഡി ഇവിടെ നിൽക്കില്ല. എനിക്ക് അതിനിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. ഈ പിള്ളേരെ വായിരിക്കുന്നത് കേട്ട് നമ്മൾ ജീവിക്കുന്നതിനേക്കാളും എനിക്ക് അങ്ങനത്തെ ജീവിതം എനിക്ക് വേണ്ട. പൈലകൾ ഒരു ഒത്തി പറയും, ഡാഡി ഒരു ഒത്തി പറയും, ഒരു ഇതില്ലാതാ. നമ്മളെന്ത് മക്കളെ 100 ഫോൺ വിളിച്ച് ഈ കടവരാന്തയിൽ വന്ന് ഞാൻ സുഖമായിട്ട് കിടക്കാനുള്ള അടുത്ത് ഞാൻ ഈ കടവരാന്തയിൽ വന്നിരുന്നു കൊണ്ട് അവൻ വിളിക്കുന്നു, ആന്റി എവിടെ പോകണം, ആന്റി എവിടെ പോകണം, ആന്റി മാറ്, ആന്റിയുടെ ജോലി നോക്കി പോ എന്നും പറഞ്ഞും കൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആന്റിക്ക് തന്നെ അറിഞ്ഞൂടെ? ആന്റിയുടെ കുടുംബത്തിനകത്ത് ഇതുപോലെ ഒരു സംഭവം വന്ന് ആന്റി കയറ്റുമോ? 498 ആണ് കൊടുത്തത്. ശാരീരിക മാനസികമായിട്ട് പിടിച്ച് 100 കേസ്. ഞാൻ അവളെ തന്നെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്ന് ചോദിക്ക്. പിന്നെ ഈ കേസ് തീർത്തിട്ട് വന്നിരുന്ന ഈ മര്യാദയില്ലേ? കേസ് തീർത്തിട്ട് വന്നിരുന്നു. ഇനിയിപ്പോ നോക്കിയാൽ അവിടെയുള്ള മെമ്പറെല്ലാം വരുമെന്ന് പറയണ. ഇനിയിപ്പോ മെമ്പറെല്ലാം വിളിച്ച് സംസാരിക്കും. അവൻ വരില്ല. സംസാരിച്ച ആളുകളെ കൊണ്ട് സംസാരിച്ച് ഈ കേസെല്ലാം തീർക്കാതെ എവിടെ കയറി വന്നിരിക്കുന്നത്? ഡാഡി പിള്ളേരെന്നും പറഞ്ഞുകൊണ്ട് കയറ്റി. അപ്പം ഒരു മര്യാദയില്ലേ എന്ന് പറയണം. അപ്പൊ തിന്നാനും കൊടുത്തിട്ടില്ല. ഞാൻ 3000 രൂപയാണ് കൊടുക്കുന്നത്. അവളിനി വാങ്ങിച്ചു ഇറക്കി തിന്നിട്ട് എന്നും പറഞ്ഞു ആന്റി ഇവിടെ പോകണ്ടെന്ന്. ഞാൻ എന്ത് ചെയ്യാം മക്കളെ? ഞാനിപ്പം തുണികളെടുത്തുകൊണ്ട് ഞാൻ എന്റെ വഴിക്ക് എന്റെ ജോലിയാക്കി ഞാൻ പോകും. എനിക്കിതിൽ കിടന്ന് ഈ രക്തത്തിലൊന്നും പങ്കില്ല. അയ്യോ തലവേദന കേസ് ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. എന്നാ ശരി മക്കളെ, ചായ ഇട്ട് കുടിച്ചാ? ഓ കുടിച്ച് ശരി മക്കളെ, ശരി. ശരി.